ഗുഡ്നസ് പാരിഷ് മീറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. സിറോ മലബാർ ലത്തീൻ മലങ്കര റീത്തുകളിലെ വിശ്വാസ പരിശീലനത്തിൻ്റെ അസംബ്ലിയുമായി ബന്ധപ്പെടുന്ന കാഴ്ചകളാണ് ഗുഡ്നസ് പാരിഷ് മീറ്റിൻ്റെ ഈ എപ്പിസോഡുകളിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇത് കാണുന്ന പ്രേക്ഷകരും മതാധ്യാപകരും കുട്ടികളും ഒക്കെ നല്ല അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുമ്പോൾ ഞങ്ങൾക്കത് വലിയ സന്തോഷമാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ NAD പൂരം സെയിൻറ്റ് മേരീസ് ദേവാലയത്തിൽ നിന്നുള്ള കാഴ്ചകളാണ്. ദേവാലയത്തിനകത്ത് ഇപ്പോൾ മാതാപിതാക്കളും മതാധ്യാപകരും കുട്ടികളും ഒക്കെ ഉണ്ട്. നമുക്ക് ദേവാലയത്തിനകത്ത് കയറി അവിടുത്തെ പരിപാടികളും കാര്യങ്ങളും എല്ലാം കാണുകയും പരിചയപ്പെടുകയും ചെയ്യാം. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ NAD പൂരം സെയിൻറ്റ് മേരീസ് ദേവാലയത്തിൻ്റെ മദ്ബഹയുടെ മുൻപിലാണ്. ദേവാലയത്തിനകത്ത് ഇപ്പോൾ മതബോധന അധ്യാപകരും മാതാപിതാക്കളും കുട്ടികളും എല്ലാവരും ഉണ്ട്. നമുക്കറിയാം ഗുഡ്നസ് പാരിഷ് മീറ്റിൻ്റെ ആദ്യത്തെ സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ വിശ്വാസ പരിശീലനത്തെക്കുറിച്ച് നിങ്ങൾ മാതാപിതാക്കൾക്ക് എന്താണ് പറയാനുള്ളത്, ഇപ്പോൾ നടക്കുന്ന വിധത്തിൽ തന്നെ വിശ്വാസ പരിശീലനം മുന്നോട്ട് പോയാൽ മതിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വയ്ക്കുവാനുണ്ടോ എന്ന് അറിയുവാൻ ഗുഡ്നസ് പാരിഷ് മീറ്റിൻ്റെ പ്രേക്ഷകർ ഇപ്പോൾ കാത്തിരിക്കുകയാണ്. ഇവിടുത്തെ വിശ്വാസ പരിശീലനത്തെക്കുറിച്ച് മാതാപിതാക്കൾക്ക് പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് ആർക്കെങ്കിലും ഒരു വാക്കൊന്ന് പറയാൻ തയ്യാറാകാമോ? ഒന്ന് കൈവെക്കാമോ ആർക്കെങ്കിലും? തയ്യാറായിട്ടുള്ള ഒരാൾക്ക്? ഒരാൾ അവിടെ ഒരു ചേട്ടൻ കൈ ഉയർത്തുന്നുണ്ട്. എഴുന്നേറ്റ് ഇങ്ങോട്ട് വരും. എഴുന്നേറ്റ് ഇങ്ങനെ കടന്നു വന്നോളൂ. ഒരു കയ്യടി കൊടുത്തേ, എഴുന്നേറ്റ് വരുന്നയാൾക്ക് ഒരു നല്ല കയ്യടി കൊടുത്തേ. നിങ്ങളുടെ ഇടവക അംഗം, നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, ഇടവകയിലെ ഏറ്റവും പ്രധാനപ്പെടുന്ന ആളുകളിൽ ഒരാളായിട്ട് നിൽക്കുമ്പോൾ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു കയ്യടി കൊടുക്കണം. എൻ്റെ അടുത്തോട്ട് നിന്നു, ഉപദ്രവിക്കൂല. എൻ്റെ അടുത്ത് ഒരാളെത്തിയിട്ടുണ്ട്. പേരെന്ന് പറയാമോ? പേര് സാനു സാംസൺ. സാനു സാംസൺ എന്ത് ചെയ്യുന്നു? ഞാനൊരു ബാങ്കറാണ്. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ വിശ്വാസ പരിശീലനത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ഞാൻ ചോദിച്ചു. എന്താ പറയാനുള്ളത്? NAD പൂരം സെൻറ്റ് മേരീസ് പള്ളിയിൽ മതബോധനം ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ബിജു തേക്കാനത്തച്ഛൻ്റെയും കാറ്റഗിസസ് ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ എൽസ ജോർജിൻ്റെയും നേതൃത്വത്തിൽ വളരെ സജീവമായിട്ടാണ് നടക്കുന്നത്. ദൈവിക വെളിപാടിലൂടെ നമുക്ക് പകർന്നു തന്ന വിശ്വാസ പരിശീലനം നമ്മുടെ കുഞ്ഞുമക്കൾക്ക് എത്തിക്കുവാനായിട്ട് എല്ലാ മതബോധന അധ്യാപകരും എല്ലാ കുഞ്ഞുമക്കളും വളരെ നന്നായിട്ടാണ് മതബോധനത്തിൽ പങ്കെടുക്കുന്നത്. അവരെ മതബോധനത്തിലേക്ക് പറഞ്ഞു വിടുന്നതിന് വേണ്ടി ഇടവകയിലെ മാതാപിതാക്കന്മാരും വളരെ നല്ലൊരു ഉത്സാഹം കാണിക്കുന്നുണ്ട്. നന്മയിൽ വളരാം എന്ന വിശ്വാസ പരിശീലനത്തിൻ്റെ ഈ വർഷത്തെ ആപ്തവാക്യം തന്നെയാണ് ഈ മതബോധന വിദ്യാർത്ഥികളെ ഏറ്റവും മികച്ച രീതിയിലേക്ക് നയിക്കാനായിട്ട് മതബോധന അധ്യാപകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിലെ പല പ്രശ്നങ്ങളിലും കുട്ടികൾ പതറിപ്പോകാതെ നന്നായി നല്ല ദൈവമക്കളായിട്ട് വളർന്നു വരാനായിട്ട് മതബോധന അധ്യാപകർ വളരെയേറെ താല്പര്യമെടുക്കുന്നുണ്ട്. അതിനായി നമ്മുടെ വിദ്യാർത്ഥികളും പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഏറ്റവും മികച്ച രീതിയിലാണ് NAD പൂരം സെൻറ്റ് മേരീസ് ഇടവകയിൽ വിശ്വാസ പരിശീലനം നടന്നു വരുന്നത്. വളരെ മികച്ച അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. സമൂഹത്തിനും സഭയ്ക്കും അനുയോജ്യമായ വിധത്തിൽ ഇവിടുത്തെ കുഞ്ഞുമക്കളെ വളർത്തിയെടുക്കുവാനായിട്ട് മതബോധന അധ്യാപകർ വളരെ ശ്രദ്ധ പതിപ്പിക്കുന്നു എന്നാണ് അപ്പച്ചന്മാരുടെ ഭാഗത്ത് നിന്ന് പുരുഷന്മാരുടെ പ്രതിനിധിയായിട്ട് സംസാരിച്ചിട്ടുള്ളത്. സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് അമ്മച്ചിമാരുടെ ഭാഗത്തു നിന്ന് ആരാണെന്ന് തയ്യാറാകുക? ഒരാൾ ഒന്ന് തയ്യാറായേ. ആ കൈയൊന്ന് പൊക്കാമോ? ആ കൈ പൊക്കാൻ പറഞ്ഞപ്പോൾ ആൾ എഴുന്നേറ്റേ വരുന്നുണ്ട്. കൊടുത്തേ ഒരു കൈയടി. വളരെ മനോഹരമായിട്ട് ചിരിക്കുന്നുണ്ട്.
പേരൊന്ന് പറയാമോ? ടീച്ചർ മേരി. എന്ത് ചെയ്യുന്നു? ജോലി ചെയ്യുന്നു അതോ? അതെ, ടീച്ചറാണ്. ടീച്ചറാണ് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത്. അല്പം പേടിയോടെ വേണം നിൽക്കാനായിട്ട് അല്ലേ? ഓക്കെ, അപ്പോൾ എന്താ പറയാനുള്ളത് ഇവിടുത്തെ മതബോധനത്തെക്കുറിച്ച്? നമ്മുടെ ഇടവകയിൽ മതബോധത്തിന് നേതൃത്വം നൽകുന്ന വികാരിയച്ഛനെയും സിസ്റ്റേഴ്സിനെയും മറ്റ് അധ്യാപകരെയും ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ ഓർക്കുന്നു. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വരുവാൻ ഞങ്ങളുടെ മക്കളെ ഏവരെയും ഇവർ പര്യാപ്തമാക്കുന്നുണ്ട്. എന്നേടിപുരം എന്ന് പറയുന്ന ഒരു കൊച്ചു സമൂഹം, കൊച്ചു ഇടവക, ഒരു കൊച്ചു കുടുംബം പോലെ തന്നെയാണ്. ആ കുടുംബം എന്ന നിലയിൽ സ്നേഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായി ഇൻവോൾവ് ആയിക്കൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ നന്നായിട്ട് തന്നെ ഭംഗിയായി മുന്നോട്ട് പോകുന്നു. എല്ലാ പ്രവർത്തനങ്ങളിലും കുഞ്ഞുമക്കൾക്ക് ഒരുപാട് അവസരങ്ങൾ കൊടുക്കുന്നു. അതിനായി ഞങ്ങളുടെ അധ്യാപകർ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അതിന് ഏറ്റവും സ്നേഹത്തോടെ അവർക്ക് നന്ദി അർപ്പിക്കുന്നു. തമ്പുരാനോടും ഏറ്റവും നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു. അമ്മച്ചിമാരുടെ ഭാഗത്തു നിന്ന് പറഞ്ഞിട്ടുള്ളതും അതുതന്നെയാണ്. ചെറിയ കാര്യങ്ങളിൽ പോലും വളരെ ശ്രദ്ധ പതിപ്പിച്ചു കൊണ്ടിട്ടാണ് ഇവിടുത്തെ മതബോധന അധ്യാപകർ കുഞ്ഞുങ്ങളെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു നല്ല കയ്യടി മാതാപിതാക്കൾക്ക് നമുക്ക് കൊടുക്കാം. കുഞ്ഞുമക്കളെല്ലാവരും കൂടി ചേർന്നിട്ട്. എനിക്ക് ഇത്രയും കാര്യങ്ങളെ മാതാപിതാക്കളോട് ചോദിക്കാനുള്ളൂ. അതിനാണ് ഞാൻ 10 മിനിറ്റ് ചോദിച്ചത്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് വേണ്ടി 2 സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഗുഡ്നസ് ടിവിയുടെ 2 ചെറിയ വലിയ മെമൻറ്റോ എൻ്റെ കയ്യിലുണ്ട്. അത് തരാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും തരാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അത് തരാൻ വേണ്ടിയിട്ട് ഞാൻ ബൈബിളിൽ നിന്ന് 2 ചോദ്യങ്ങൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കാൻ പോകുന്നത്. ചോദ്യമെന്ന് കേൾക്കുമ്പോൾ സാധാരണ നമുക്കൊരു ഞെട്ടലാണ്. പേടിക്കാനൊന്നുമില്ല, നിങ്ങൾക്കറിയാവുന്ന കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് ഞാൻ ചോദിക്കുക. ഉത്തരം അറിയാവുന്നയാളൊന്ന് കൈ ഉയർത്തിയാൽ മതി. കൃത്യമായ ഉത്തരം പറഞ്ഞ് നമുക്ക് ആ സമ്മാനം വാങ്ങിക്കാം. റെഡിയാണോ? ഒന്ന് ഉറച്ചു പറഞ്ഞേ, റെഡിയാണോ? റെഡിയാണ്. ചോദ്യം ഇതാണ്: യേശു വെള്ളം വീഞ്ഞാക്കിയ കൽഭരണി യഹൂദന്മാർ എന്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്നതെന്നാണ് എൻ്റെ ചോദ്യം. പുരുഷന്മാരുടെ ഭാഗത്തേക്കാണ് എൻ്റെ ചോദ്യം. ഉത്തരം അറിയാവുന്നയാളൊന്ന് കൈ പൊക്കാമോ? ഇവിടെ 2 പേര് കൈ ഉയർത്തിയിട്ടുണ്ട്. ആദ്യത്തെ കൈ ഇവിടെ ഒന്ന് വരും. ഇങ്ങോട്ട് വരും. നല്ലൊരു കയ്യടി കൊടുത്തേ. എഴുന്നേറ്റ് വരുന്നയാൾക്ക് നല്ലൊരു കയ്യടി കൊടുത്തേ. വെള്ളം ശേഖരിച്ച് വയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന കുടങ്ങളാണ്. വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് കുടങ്ങളാണ്, കൽഭരണികളാണ്. വെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കൽഭരണി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഉത്തരം പൂർണ്ണമായും ശരിയല്ല. അവിടെ 2ാമത്തെ ആൾ കൈ ഉയർത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. വരൂ, എഴുന്നേറ്റ് വരും. ഒരു കയ്യടി കൊടുക്കേ, നല്ലൊരു കയ്യടി കൊടുത്തേ. ഉത്തരം ശരിയോ തെറ്റോ എന്തുമാകട്ടെ, അതൊരു വിഷയമുള്ള കാര്യമല്ല. കാല് കഴുകാൻ വേണ്ടി. കാല് കഴുകാൻ വേണ്ടി. ശുദ്ധീകരണ കർമ്മത്തിനായിരുന്നു. ശുദ്ധീകരണ കർമ്മത്തിന് വേണ്ടി എന്നാണ് 2ാമത് വന്നയാൾ പറയുന്നത്. ശരിയാണ്? ശരിയാകുമോ അത്? അമിച്ചുമാരെന്താ പറയുന്നത്? ശരിയാണോ? അമിച്ചുമാർ ഭയങ്കര സപ്പോർട്ടാണല്ലോ. ശരിയാണെന്നൊക്കെ പറയണേ. വളരെ കൃത്യമായ ഉത്തരമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. യഹൂദന്മാരുടെ ശുദ്ധീകരണ കർമ്മത്തിന് വേണ്ടിയിട്ട് അവരുപയോഗിച്ചിരുന്ന കൽഭരണികളിലാണ് ഈശോ വെള്ളം നിറച്ചത്. ഗുഡ്നസ് ടിവിയുടെ മനോഹരമായ ഒരു മെമൻറ്റോയും നല്ല അപ്പൻ്റെ ചാവരുൾ എന്നൊരു പുസ്തകവും വളരെ സ്നേഹത്തോടെ ഞാൻ കൈമാറുന്നു. രണ്ടാമത്തെ ചോദ്യം അമ്മച്ചിമാരോടാണ്. റെഡിയാണോ? ചോദ്യം ഇതാണ്: യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് യേശു ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നത് എവിടെയാണ്? യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് യേശു ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുന്നത് എവിടെയാണ്? ആദ്യത്തെ കൈ ഉയർത്തിയത് നീല
ഉടുപ്പിട്ടയാളാണ്, എഴുന്നേറ്റ് വരൂ. വന്നോ വന്നോ വന്നോ, എന്തെങ്കിലും ആവട്ടെ, ഉത്തരം എന്തുമാകട്ടെ, വന്നോളൂ, ധൈര്യമായിട്ട് വരൂ, ഇവിടെ വരൂ. കാനായിലാണെന്നൊക്കെ നമുക്കിപ്പോൾ നോക്കാം. പേരെന്ന് പറഞ്ഞേ. കുഞ്ഞുമോൾ. എൻ്റെ ചോദ്യം കേട്ടോ. യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് യേശു ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചത് എവിടെയാണെന്ന് ഞാൻ ചോദിച്ചത്. യേശു ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചത് യേശു ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചത് കാനായിലാണെന്നാണ് ഇവിടെ പറയുന്നത്. ശരിയാണോ? യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ചാണെങ്കിലും മത്തായിയുടെ സുവിശേഷം അനുസരിച്ചാണെങ്കിലും യേശു ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചത് എവിടെയാണ്? കാനായിലാണ്. വളരെ കൃത്യമായ ഉത്തരം. 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം യോഹന്നാൻ്റെ സുവിശേഷം. എന്തിനാ പേടിക്കുന്നേ? ഉറച്ചു പറഞ്ഞേ. യേശു കാനായിലാണ് ആദ്യത്തെ ഉറച്ചു പറ. കാനായിലെ കല്യാണത്തിലാണ് യേശു. കാനായിലെ കല്യാണത്തിനാണ് യേശു വെള്ളം വീഞ്ഞാക്കി ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചത്. നല്ലൊരു കയ്യടി കൊടുത്തേ. ഗുഡ്നസ് ട്രീ തട്ടിപ്പറിക്കണ്ട, തരാൻ ഞാൻ. ഗുഡ്നസ് ടിവിയുടെ മെമൻറ്റോയും നല്ല അപ്പൻ്റെ ചാവരുളും വളരെ സ്നേഹത്തോടെ കൈമാറുന്നു. ഒരു കയ്യടി കൂടി കൊടുത്തേ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എന്നാൽ ഇത് അറിയാൻ പാടില്ലാത്ത ചില ആളുകളൊക്കെ പല ഭാഗങ്ങളിലും ഉണ്ടാകാം. നമ്മുടെ ഇടവകയിലല്ല, മറ്റു പുറത്ത് പലയിടത്തും ഉണ്ടായേക്കാം. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ബൈബിളിൽ നിന്നുള്ള 2 ചോദ്യങ്ങൾ ഗുഡ്നസ് പാരിഷ് മീറ്റിലൂടെ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. വിശ്വാസദായക വിജ്ഞാനസാരമേ വിശ്വാസ തിരുനാളം ഉള്ളിലേകണേ. വിശ്വാസദായക വിജ്ഞാനസാരമേ വിശ്വാസ തിരുനാളം ഉള്ളിലേകണേ. വചനം പഠിക്കുവാൻ, വചനം ജീവിച്ചിടാൻ, വചനം പകർന്നു രക്ഷ സ്വന്തമാക്കിടാൻ. വിലവേറി നൽകിടും വയലായൊരുക്കണി, വിശുദ്ധി ലക്ഷ്യമായി മുന്നേറിടാൻ. വിശ്വാസദായക വിജ്ഞാനസാരമേ വിശ്വാസ തിരുനാളം ഉള്ളിലേകണേ. വിശ്വാസദായക വിജ്ഞാനസാരമേ വിശ്വാസ തിരുനാളം ഉള്ളിലേകണേ. ഞങ്ങളുടെ പരിപാലകനായ ദൈവമേ, അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന അതിരുറ്റ സ്നേഹത്തിനും കാരുണ്യത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. തിരുവചനത്തിലൂടെ അങ്ങയെ അനുഭവിച്ചറിയുവാനും അനുദിന ജീവിതത്തിൽ വിശുദ്ധിയിൽ വളരുവാനും പരസ്പരമുള്ള ബന്ധങ്ങളിൽ കരുണയോടെ കരുതലാകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസത്തിൽ ഞങ്ങളുടെ അമ്മയായ കത്തോലിക്ക സഭയെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഗുരുഭൂതരെയും സഹപാഠികളെയും അങ്ങയുടെ സ്നേഹവലയത്തിൽ സംരക്ഷിച്ചു കൊള്ളണമേ. എല്ലാവരോടും, പ്രത്യേകിച്ച് വൃദ്ധജനങ്ങളോടും ബലഹീനരോടും ആദരവോടും വിനയത്തോടും കൂടെ പെരുമാറുവാനുള്ള ആത്മീയ പ്രകാശം വിശ്വാസ പരിശീലനത്തിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. മറ്റുള്ള ബന്ധങ്ങളെക്കാളും ഉപരിയായി അങ്ങയോടുള്ള ബന്ധത്തിലും ഞങ്ങൾക്ക് പകർന്നു കിട്ടിയ ക്രിസ്തീയ വിശ്വാസത്തിലും ഉറച്ചു നിൽക്കുവാനും സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാനും സമൂഹത്തിൽ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ലോകത്തിലെങ്ങും സമാധാനമേകുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ അധ്യാപകരെയും പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്താൽ നിറയ്ക്കുകയും നവീകരിക്കുകയും ചെയ്യണമേ. ആമീൻ. എന്നടിപുരം സെയിൻറ്റ് മേരീസ് ദേവാലയത്തിൽ നിന്നുള്ള
കുട്ടികളുടെ പ്രവേശന ഗാനവും പ്രതിജ്ഞയും നാം കണ്ടു കഴിഞ്ഞു. ഇവിടുത്തെ വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമ്മോട് പറയാനായിട്ട് മതബോധനത്തിൻ്റെ എച്ചമായിട്ടുള്ള സിസ്റ്റർ എൽസ ജോർജ് FCC എൻ്റെ കൂടെയുണ്ട്. സിസ്റ്ററുടെ വാക്കുകളിൽ നിന്ന് ഇവിടുത്തെ വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രത്യേകതയെ നമുക്ക് തിരിച്ചറിയാം. എന്നേടിപുരം സെൻറ്റ് മേരീസ് പള്ളിയിൽ 80 മതബോധന വിദ്യാർത്ഥികളും 16 മത അധ്യാപകരുമാണുള്ളത്. ഈ 80 കുട്ടികളിൽ 44 ബോയ്സും 36 ഗേൾസുമുണ്ട്. 8:15 വിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കം തുടങ്ങുന്നു. 8:25 സൺഡേ സ്റ്റാർ എടുക്കുന്നു. 8:30 കുർബാന ആരംഭിക്കുന്നു. അസംബ്ലിയിൽ ഓരോ ക്ലാസ് ടീച്ചറും ഓരോ ആഴ്ചയിലും ലീഡ് ചെയ്യുന്നു. നന്മയുടെ വാർത്തയും സഭാവാർത്തയും ഏത് ക്ലാസ്സിലെ കുട്ടിയാണോ ആ കുട്ടി ഇവിടെ വായിക്കുന്നു. അതുപോലെ അന്നത്തെ ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ ഒരു വിശുദ്ധനെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. പിന്നെ നമ്മൾ ചെയ്യുന്നത് മാസത്തിൻ്റെ ലാസ്റ്റ് ആഴ്ചയിൽ മതബോധന വിദ്യാർത്ഥികളുടെയും മതാധ്യാപകരുടെയും കാഴ്ച സമർപ്പണമാണ്. അതാണേലും എല്ലാവരും അതിൽ പങ്കെടുക്കുന്നു, നല്ല രീതിയിൽ നടക്കുന്നു. സിസ്റ്ററുടെ വാക്കുകളിൽ നിന്ന് ഇവിടുത്തെ വിശ്വാസ പരിശീലനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഗുഡ്നസ് പാരിഷ് മീറ്റ് ഓരോ ഞായറാഴ്ചകളിലും അതാത് ദേവാലയങ്ങളിൽ വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികളിൽ നിന്ന് ഏറ്റവും മികവ് പ്രകടിപ്പിക്കുന്ന ഒരു കുട്ടിയെ ഗുഡ്നസ് സ്റ്റാറായി തിരഞ്ഞെടുക്കുന്ന ഒരു പതിവുണ്ട്. നിങ്ങളുടെ ദേവാലയത്തിൽ നിങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ഗുഡ്നസ് സ്റ്റാർ ഇരിക്കുന്നുണ്ട്. അതാരാണെന്ന് എനിക്ക് അറിയില്ല. സിസ്റ്ററോട് ഒന്ന് എന്തോ പറയുന്നുണ്ട്, ഏതോ പേരാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കായാലും സിസ്റ്ററിൽ തന്നെ ആ പേര് അറിയാം. ആരാണ് ഇവിടുത്തെ ഗുഡ്നസ് സ്റ്റാറായിട്ട് കണ്ടുവച്ചിരിക്കുന്നത്? ഗുഡ്നസ് താരം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന അനോര തെരേസ് ജിൻഡു ആണ്. അനോര തെരേസ ഇവിടെ ഉണ്ടോ? ഒന്ന് കൈവെക്കാമോ? അനോര എഴുന്നേറ്റ് വന്നേ ഇങ്ങോട്ട്. നല്ലൊരു കയ്യടി കൊടുത്തേ എല്ലാവരും കൂടി. നല്ല കയ്യടി കൊടുത്തേ അനോരയ്ക്ക്. ഇവിടെ വന്നേ. ഓക്കെ, നേരെ നിന്നോട്ടാ. മോളുടെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ഒക്കെ പേരൊന്ന് പറയുമോ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അതെല്ലാം ഒന്ന് പറഞ്ഞേ. എൻ്റെ പേര് അനോര തെരേസ് ജിൻഡോ. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ അച്ഛൻ്റെ പേര് ജിൻഡോ മാത്യു. എൻ്റെ അമ്മയുടെ പേര് നീതു റോസ് ജിൻഡോ. എനിക്ക് ഒരു അനിയനും അനിയത്തിയാണുള്ളത്. അനിയത്തിയുടെ പേര് അലോന റോസ് ജിൻഡോ. അനിയൻ്റെ പേര് ആദം ജിൻഡോ മാത്യു. ഇവിടുത്തെ കാറ്റഗിസം ക്ലാസ്സിലെ ടീച്ചറുടെ പേരെന്താണ്? ഗ്രേസി ടീച്ചർ. ഗ്രേസി ടീച്ചറാണ് പഠിപ്പിക്കുന്നത് അല്ലേ? എങ്ങനെയുണ്ട് ഗ്രേസി ടീച്ചർ? നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ? നന്നായിട്ട് പഠിപ്പിക്കും. ഇഷ്ടമാണോ ടീച്ചറെ? ഓക്കെ. എന്തുകൊണ്ടാണ് അനോരയെ ഗുഡ്നസ് സ്റ്റാറായിട്ട് തിരഞ്ഞെടുക്കാൻ കാരണം? അനോരയുടെ ഒരു കാര്യം പറഞ്ഞാൽ അനോര അത് ഭംഗിയായി ചെയ്യും. അതുകൊണ്ട് ക്ലാസ്സിലാണേലും പഠിക്കുന്ന കാര്യത്തിൽ മിടുക്കിയാണ്. എല്ലാ കാര്യത്തിലും കുർബാനയിൽ സംബന്ധിക്കുന്ന കാര്യത്തിലാണേലും സജീവമായി പങ്കെടുക്കുന്ന കാര്യത്തിലും എന്തിനും എല്ലാത്തിനും മിടുമിടുക്കിയാണ്. അനോരയോട് എന്ത് കാര്യം പറഞ്ഞാലും അത് വളരെ കൃത്യമായി ചെയ്യുമെന്നാണ് സിസ്റ്റർ പറയുന്നത്. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നവന് വലിയ കാര്യങ്ങൾ ദൈവം ഏൽപ്പിച്ചു കൊടുക്കും, വലിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അവൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ കടന്നു വരും. അങ്ങനെ ഒരു സന്തോഷം നിറഞ്ഞ നിമിഷത്തിലാണ് ഇപ്പോൾ അനോര നമ്മുടെ അടുത്ത് നിൽക്കുന്നത്. അനോരയ്ക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ദേവാലയത്തിൻ്റെ ബഹുമാനപ്പെട്ട വികാരി ബിജു തൈക്കാനത്ത് അച്ഛനെ വളരെ സ്നേഹത്തോടെ ഞാൻ ഈ മദ്ബഹയുടെ മുമ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ല കയ്യടിയോടുകൂടെ നമ്മുടെ വികാരി അച്ഛനെ വളരെ സ്നേഹത്തോടെ കയ്യടിയോടുകൂടെ നമുക്ക് സ്വീകരിക്കാം. ഗുഡ്നസ് TVയുടെ മെമൻറ്റോയും നല്ല അപ്പൻ്റെ ചാവരുൾ എന്ന പുസ്തകവും ഒരു ജപമാലയുമാണ് ഞാൻ വികാരി അച്ഛനെ കൈമാറുന്നത്. അച്ഛനത് അനോരയ്ക്ക് കൈമാറുന്നു. നല്ല കയ്യടി കൊടുത്തേ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എന്നേടിപുരം സെയിൻറ്റ് മേരീസ് ദേവാലയത്തിൽ നിന്നുള്ള വിശ്വാസ പരിശീലനവുമായി ബന്ധപ്പെട്ട ഈ കാഴ്ചകൾ ഓരോ പ്രേക്ഷകനും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.
എന്നാൽ ഈ ദേവാലയത്തിൽ നിന്നുള്ള കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. ഗുഡ്നസ് പാരിഷ് മീറ്റിൽ നിങ്ങളുടെ ദേവാലയങ്ങളെ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടേണ്ട നമ്പർ 048027000893 8606420099. വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് ഈ ദേവാലയത്തിൻ്റെ തിരുസന്നിധിയിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകരെയും എന്നെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.